ആ ഇസ്ലാമിന്റെ തുടക്കം മുതൽ തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സുഹബത്തായി. വെറുതെയല്ല, ഇത് യഖൂലു ലി സാഹിബിഹി, അല്ലാഹു ഖുർആനിൽ പറഞ്ഞ മുത്തുനബിയുടെ ക്ലോസ് ഫ്രണ്ട്, ഇത് യഖൂലു ലി സാഹിബിഹി, നബി തങ്ങളുടെ ഫ്രണ്ട് എന്ന് പറയുന്ന ആ ഒരു സർട്ടിഫിക്കറ്റ് ഖുർആൻ കൊടുത്തത് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനാണ്. അത് വെറുതെ കിട്ടിയതല്ല. തുടക്കം മുതൽ തന്നെ മുത്തുനബിയുടെ കൂടെ, ഏത് വിഷയത്തിലും മുത്തുനബിയുടെ കൂടെ. മഹാനവറുകൾ ഇസ്ലാമിലേക്ക് വന്നപ്പോ അന്ന് ഇസ്ലാമിൽ 8-10 ആളുകളുള്ള സമയമാണ്. രഹസ്യമായ പ്രബോധനം നടത്തുന്ന സമയമാണ്. മഹാനായ സിദ്ദീഖ് തങ്ങൾ ചോദിച്ചു, നബിയേ, ഹക്കായ ദീനല്ലേ ഇത്? അതെ, പരസ്യമായി പ്രബോധനം നടത്തട്ടെ. സിദ്ദീഖേ, അന്ന് സിദ്ദീഖ് പേരിട്ടിട്ടില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, നമുക്ക് ആള് കുറവാണ്, അതുകൊണ്ട് പ്രയാസമുണ്ടാവും, അതുകൊണ്ട് നമ്മൾ പരസ്യമായിട്ട് ഇപ്പൊ ചെയ്യണ്ട. മഹാനവർ പറഞ്ഞു, എന്തിന് പേടിക്കണം എന്ന് പറഞ്ഞ് നിർബന്ധിപ്പിച്ചപ്പോ കഅബയുടെ പരിസരത്ത് മുത്തുനബി തങ്ങളുടെ പ്രസിഡൻസിയിൽ, അധ്യക്ഷതയിൽ, അവ്വലു ഖതീബിൻ ഫിൽ ഇസ്ലാം, ഇസ്ലാമിലെ ആദ്യത്തെ പ്രഭാഷകനായ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അവിടെ അപ്പുറപ്പുറക്ക അബൂജഹലും കൂട്ടരും ഇങ്ങനെ അവിടെയും ഇവിടെ ഇരുന്ന് സ്വറ പറയുന്നുണ്ട്. ഇവിടെ മുത്തുനബിയുടെ അധ്യക്ഷതയിൽ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നല്ല ശ്രവണ സുന്ദരമായ വഅദ് നടത്തുമ്പോ കേട്ടാസ്വദിക്കുന്നു ശത്രുക്കൾ പോലും. ആ ശത്രുക്കൾ കേട്ടപ്പോ നേതാക്കന്മാര് പേടിച്ചുപോയി. അബൂബക്കറിന്റെ വഅദ് കേട്ടാൽ ആ മതത്തിലേക്ക് ഇവര് പോയാലോ എന്ന് പേടിച്ച് നേതാക്കന്മാരിൽ ചിലർ ഓടി വന്ന് അവര് ധരിച്ച മെതിയടി മരം കൊണ്ടുണ്ടാക്കിയ ചെരുപ്പ്, ആ ചെരുപ്പ് ഊരിയെടുത്തുകൊണ്ട് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തേക്ക് അവര് തുരുതുരാ അടിക്കുന്നു. അവിടത്തെ മൂക്ക് തകർന്നു പോകുന്നു. വേദന സഹിക്കവയ്യാതെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബോധം കെട്ടുപോയില്ലേ. ഏറെ നേരം കഴിഞ്ഞിട്ടാണ്, ഞാൻ ആ ചരിത്രം ചുരുക്കുകയാണ്, ഏറെ നേരം കഴിഞ്ഞിട്ടാണ് അവിടെ നിന്ന് ബോധം തെളിഞ്ഞത്. ക്ഷീണമുള്ള സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ അവരുടെ ഉമ്മ ഒരു ഗ്ലാസ് വെള്ളവുമായി ഭക്ഷണവുമായി അവിടെ വന്നു നിൽക്കുന്നു. മോനെ, ക്ഷീണമകറ്റൂ. ഉടനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഐന റസൂലുള്ളാഹ്, എന്റെ ഹബീബായ മുത്തുനബി എവിടെയാ?